ടീച്ചർമാരുടെ കൈയും കാലും പിടിച്ചിട്ട് ആരെങ്കിലും ഒരു സ്റ്റഡി വിസിറ്റിന് പോയിട്ടുണ്ടോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ കൊച്ചിക്ക് പോയ കഥ കേട്ടാലോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർമാരുടെ കൈയും കാലും പിടിച്ചിട്ടാട്ടോ ഈ വിസിറ്റ് ഞങ്ങൾ ഒപ്പിച്ചെടുത്തത്. രാവിലെ എഴുന്നേറ്റ് റെഡി ആവാൻ ഞങ്ങൾക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമില്ല. തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലെത്തണമല്ലോ. രാവിലെ തൊട്ട് ഉച്ചവരെ സ്റ്റഡി വിസിറ്റ് ആണെങ്കിലും നമ്മൾ ഉച്ച കഴിഞ്ഞ് മട്ടാഞ്ചേരിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഇത്ര സന്തോഷത്തിൽ എല്ലാവരും പോണത്. ബസ്സിൽ കയറിയ പാടെ തന്നെ നമ്മൾ കലാപരിപാടികൾ ആരംഭിച്ചു. കൊണ്ടുപോയ ഓരോ സാധനങ്ങളും നമ്മൾ മെല്ലെ മെല്ലെ തിന്നാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സമയം പോയതേ അറിഞ്ഞില്ല. ഇയർപോഡൊക്കെ ഫുൾ ചാർജ് ആക്കിയിട്ടാട്ടോ കൊണ്ടുപോയത്. മൊത്തം നേരം പാട്ടൊക്കെ കേട്ടിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പാട്ട് കേൾക്കാനായിട്ട് ഒരു തരി സമയം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മൊത്തം നേരം വർത്താനം പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് പോയത് മിൽമേലോട്ടാട്ടോ. അവിടെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഈ സംഭാരം. വിസിറ്റിന് മിൽമേലോട്ട് പോയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു സാധനം കേട്ടോ ഈ പേട. ഇതെന്തായാലും കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത്ര സ്വീറ്റ് ലവർ അല്ലാത്തതുകൊണ്ട് അത് മുഴുവൻ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് മാർക്കറ്റ് ഫെഡാണ് കേട്ടോ. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അവിടെ ഒക്കെ കണ്ടിട്ട് നേരെ കൺസ്യൂമർ ഫെഡിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. പിന്നെ ഈ സ്ഥലം കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഇനി എന്തെങ്കിലും അകത്താക്കാനുള്ള വഴി നോക്കിയിരിക്കുക കേട്ടോ എല്ലാവരും. അങ്ങനെ കുറച്ചധികം നേരം നടന്നിട്ട് ഞങ്ങൾ റഹ്മാനിയ ബിരിയാണിയിലേക്ക് എത്തിപ്പെട്ടു. വിശന്ന് വലഞ്ഞിരിക്കാട്ടോ എല്ലാവരും. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ നാളത്തേക്ക് ശേഷം കേട്ടോ ഇത്ര ടേസ്റ്റുള്ളൊരു ബിരിയാണി ഞാൻ കഴിക്കുന്നത്. ആൻഡ് അത്രയ്ക്ക് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത്. എന്തായാലും കൊച്ചിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പക്ഷെ നൈസായിട്ട് നമ്മുടെ മട്ടാഞ്ചേരി പ്ലാൻ ഒന്ന് പാളി. കാരണം ടൈം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള മറൈൻ ഡ്രൈവിൽ തന്നെ പോയിട്ട് സമയം സ്പെൻഡ് ചെയ്തു. വൈകിട്ടായപ്പോഴത്തേക്ക് ഫേസൊക്കെ നല്ല ഡള്ളായി. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മട്ടാഞ്ചേരി പ്ലാൻ പൊട്ടിയപ്പോഴത്തേക്ക് നേരെ തിരിച്ച് വിട്ടാലോ എന്നാട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷെ മറൈൻ ഡ്രൈവ് നല്ലൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ. കാരണം നല്ല കാറ്റും ആൻഡ് ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം 4 മണിക്ക് തിരിച്ചെത്തണം എന്നായിരുന്നു പ്ലാന്. പിന്നെ അത് 4:45 5 മണിയായി. അങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. വണ്ടിയിൽ കയറുമ്പോൾ എല്ലാവരും അത്യാവശ്യം ടയർഡായിട്ടുണ്ടെങ്കിലും അതൊന്നും ആരും മൈൻഡ് ആക്കിയിട്ടില്ല കേട്ടോ. അവിടം വരെ നല്ല പാട്ടും ബഹളവും കളിയും ചിരിയൊക്കെ ആയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിസിറ്റ് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നേരെ ഹോസ്റ്റലിലേക്ക് എത്തിട്ടോ. ബൈ ഗായ്.